നമസ്കാരം പ്രിയമുള്ളവരെ, രതീഷ് ജാലമനെയാണ് കേട്ടോ. ഇന്ന് വൃശ്ചികത്തിൽ തൃക്കാർത്തികയാണല്ലേ. തൃക്കാർത്തികയെ കുറിച്ചിട്ട് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫോളോ ചെയ്തൊപ്പം കൂടിയിട്ടുള്ള എല്ലാ നല്ലവരായിട്ടുള്ള ഫോളോവേഴ്സിന് നന്ദി അറിയിക്കുന്നു. വൃശ്ചികത്തിലെ തൃക്കാർത്തികയായിട്ട് കടാമ്പുഴ ഭഗവതിയുടെ പിറന്നാളാണ്. അതുപോലെ തന്നെ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ ഇന്ന് ദർശനം നടത്തുന്ന വളരെ നല്ലൊരു കാര്യമാണ്. ദുർഗാദേവിക്ക് തൃമധുരം, കഠിന പായസം, രക്തപുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നതും ചുവന്ന് പട്ട് സമർപ്പിക്കുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ വെളുത്ത പുഷ്പങ്ങൾ, ഇന്ന് പൗർണമിയാണ്, വെളുത്ത പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിക്കുക, കദളിപ്പഴം നിവേദിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ നമുക്കറിയുന്നതാണെങ്കിൽ ശ്രീ സൂക്ത അർച്ചന, ശ്രീ സൂക്തം ജപിക്കുക, കനകധാരാസ്തവം, ലളിതാ സഹസ്രനാമം ജപിക്കുക, അർച്ചന ചെയ്യുക. തൃക്കാർത്തിക ദിവസം ലക്ഷ്മി ദേവി ഭൂമിയിൽ വസിക്കുന്നതായിട്ടും അതുകൊണ്ടാണ് ദീപം തെളിക്കുമ്പോൾ ആ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നൊക്കെ വിശ്വാസം ഉണ്ട് കേട്ടോ. അതുപോലെ പാർവതി ദേവി കാർത്യായനി രൂപത്തിൽ അവതരിച്ചിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് തൃക്കാർത്തിക കേട്ടോ. അതുപോലെ തന്നെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ക്ഷേത്രങ്ങൾ ഒക്കെ ദീപാലങ്കൃതമാക്കുക. അത് മനസ്സിലെ അജ്ഞതയുടെ ഇരുട്ട് മാറ്റിയിട്ട് നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ആ ഒരു പ്രകാശത്തെ പ്രതിഫലിക്കുന്ന ഒരു ദിവസം. ലക്ഷ്മി പ്രീതിക്കായിട്ടാണ് വീട് പരിസരമൊക്കെ ദീപങ്ങളാൽ അലങ്കരിക്കുന്നതെന്ന് പറഞ്ഞു. ലക്ഷ്മി ദേവിയുടെയും തുളസി ദേവിയുടെയും ജന്മ നാളായിട്ടും അത് പിറന്നാളായിട്ടും തൃക്കാർത്തിക ആഘോഷിക്കുന്നവരുണ്ട്. ഈ തൃക്കാർത്തിക ദീപം തെളിക്കുമ്പോൾ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു ഒത്തൊരുമ കാണാം അല്ലേ. മനുഷ്യനിലെ അന്ധകാരത്തെ തുടച്ചു നീക്കിയ നന്മയുടെ പ്രകാശത്തെ തെളിയിക്കുക. തൃക്കാർത്തികയിലെ ദീപങ്ങൾ തുളസിയുടെ അവതാരം തൃക്കാർത്തിക ദിനത്തിലാണെന്ന് പറഞ്ഞു. പാലാഴി മദന സമയത്ത് സർവ്വ ഐശ്വര്യങ്ങളുമായി മഹാലക്ഷ്മി ദേവി ആവിർഭവിച്ച വൃശ്ചികമാസത്തിലെ കാർത്തിക നാളിലാണെന്ന് പറയുന്നു. ഉമാമഹേശ്വരന്മാരുടെ പുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തിയത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവതയായിട്ടുള്ള കൃത്തികമാർ ആണ്. അതിനാൽ ആ തൃക്കാർത്തിക ദിവസം ദീപം തെളിച്ച് പ്രാർത്ഥിച്ചാൽ മഹാദേവൻ്റെയും ദേവിയുടെയും സുബ്രഹ്മണ്യൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട്. അഗ്നി നക്ഷത്രമാണ് കാർത്തിക. ജ്ഞാനത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ശുഭാത്വത്തിൻ്റെയും ഒരു പ്രതീകമാണ് അഗ്നി. കാർത്തിക നക്ഷത്രവും പൗർണമിയും ഒരുമിച്ച് വരുന്നത് തൃക്കാർത്തിക ദിവസമാണ്. അതുകൊണ്ട് തന്നെ ദുർഗാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2025 ഡിസംബർ മാസം 4-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:54 വരെയാണ് കാർത്തിക നക്ഷത്രം ഉള്ളത്. അതിനുശേഷം രോഹിണി നാളാണ് കേട്ടോ. എല്ലാവർക്കും ആ ഭഗവതിയുടെ ഇന്ന് ദത്താത്രേയ ജയന്തി കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ദുർഗാദേവിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.